ഹായ് ഓൾ, ഇന്നോവേറ്റീവ് ആൻഡ് ധ്രുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതിയാണ്. എൻ്റെ ഈ പുതിയ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മുടെ രജിസ്റ്റർ ചെയ്ത് വന്നവർക്ക്, പുതിയതായിട്ട് വന്നവർക്ക് ഡെമോ ടാസ്ക്കായിട്ട് നൽകുന്ന ലേൺ ആൻഡ് ഏൺ ഡൈനാമിക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അതെന്താണ് ഞാൻ രണ്ടാമത് ഇതൊന്നുകൂടെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് യൂട്യൂബ് ചാനലിൽ കയറിയിരുന്ന് ഫുള്ള് വീഡിയോ കാണാൻ ഒരു മടി കാണും, ഒരു താല്പര്യം കാണില്ല. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഡെമോ ടാസ്ക് ആയ ലേൺ ആൻഡ് ഏൺ ഡൈനാമിക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തവർ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോഴത്തേക്കും എന്താണ് അവരുടെ ഡാഷ് ബോർഡിൽ മൈ ടാസ്കിൽ ഡു ടാസ്ക് എടുക്കുക. മൈ ടാസ്കിൽ ഡു ടാസ്ക് എടുത്തിട്ട് നമുക്കിപ്പോൾ ഡെയിലി ക്വിസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് തൊട്ട്. അപ്പോൾ ഡെയിലി ക്വിസ് എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, 25 മാർക്കാണ് വരുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ആദ്യമായിട്ട് ടാസ്ക് മന്ത്രം ഓപ്പൺ ചെയ്ത് നിങ്ങൾ ടാസ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെയിലി ക്വിസ് നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്ക് ഡെയിലി ക്വിസ് കുറച്ച് നാളായിട്ട് ഇല്ലായിരുന്നു. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് നമുക്കൊരു ലേണിംഗ് മാത്രമാണ്. പിന്നെ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് ടാസ്ക് മന്ത്രയുടെ വക ഒരു ഗിഫ്റ്റ് കാണും. അതിപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തവർക്കും ഇപ്പം ഡിസാറ്റ് അറ്റൻഡ് ചെയ്ത് ആക്റ്റീവ് ആയവർക്കും ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാനും പറ്റും, മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. നമ്മൾ തെറ്റിയെന്ന് പറഞ്ഞ് നമുക്ക് വിഷയമൊന്നുമില്ല, നമുക്ക് പോയിൻറ്റ്സ് കുറയുമെന്നുള്ളതല്ല. പോയിൻറ്റ്സ് ഡിഡക്റ്റായി എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മൊത്തം ഒരു മിനിറ്റിൽ ആണ് ചെയ്യേണ്ടത്. നമുക്കിപ്പം 3 ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇനി തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല, നമ്മൾ പഠിക്കും അത്. പിന്നെ നമുക്ക് മാസാവസാനം ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് മന്ത്രയുടെ വക ഒരു ഗിഫ്റ്റ് കിട്ടും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ അവർക്ക് നറുക്കിട്ടിട്ട് അവരെ തിരഞ്ഞെടുത്ത്, അതായത് മത്സരത്തിൽ വിജയിയെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം അടുത്ത ക്വസ്റ്റ്യനും ഞാനത് ക്വസ്റ്റ്യൻ വായിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് സമയം പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആൻസർ കൊടുക്കുന്നത് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഡെയിലി ക്വിസുള്ള ഓപ്ഷൻ വന്നപ്പോഴത്തേക്കും ലേൺ ഡൈനാമിക് ചെയ്യാമെന്ന് വെച്ചത്. എന്താ വെച്ചാൽ ഡെയിലി ക്വിസ് ഞാൻ ആദ്യം ചെയ്ത സമയത്തില്ലായിരുന്നു. അപ്പം ഇപ്പോൾ വരുന്നവർക്ക് ഡെയിലി ക്വിസ് കാണുമ്പോൾ ഇതെങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ കാണും. നമ്മൾ ഡെയിലി ക്വിസ് ഫുള്ള് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, നമ്മൾ 2 തെറ്റിച്ചു, പക്ഷേ നമുക്ക് 15 മാർക്കുണ്ട് ടോട്ടൽ. അപ്പം നമുക്കിനി നാളെയും ഇത് അവൈലബിൾ ആവും. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് ടാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ടുഡേ ടാസ്ക് എടുക്കുക. ടുഡേ ടാസ്കിൽ ലേൺ ആൻഡ് ഏൺ എടുക്കുക. 8 കാറ്റഗറീസ് അവൈലബിൾ ആണ്. നമുക്കതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സാണ്. കഴിഞ്ഞ തവണ കാർ പ്ലാന്റാണ് എടുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ പേര് കണ്ടിട്ടുണ്ട്. നമുക്ക് സൈറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് ഫോട്ടോ വരാൻ ലേറ്റ് ആകുന്നത്. ഫോട്ടോ ഇപ്പോൾ വരും. നമ്മുടെ അരളിയാണ് വന്നിരിക്കുന്നത്. അരളിയുടെ 4 ഫോട്ടോയും വന്നിട്ടുണ്ട്. നമുക്ക് ആ 4 ഫോട്ടോയും നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് 4 ഫോട്ടോ അവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ സ്പെല്ലിങ് അടിച്ചു കൊടുക്കുക. സ്പെല്ലിങ് കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സബ്മിറ്റ് യുവർ ആൻസർ എന്നുള്ളത് കിടക്കുന്നുണ്ട്, ആ പിങ്ക് കളറിൽ. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത ആൻസർ സബ്മിറ്റ് ആവും. സബ്മിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 5 പോയിൻ്റ് കിട്ടും. 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിൻ്റ് എന്ന് വെച്ചാൽ 5 പൈസയാണ്. നമുക്ക് അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ടാസ്കിലോട്ട് പോകും, അതായത് അടുത്ത പുതിയ പടം വരും. നമുക്കിപ്പോൾ അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. പുതിയ പിക്ചർ വരുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ നെറ്റ്വർക്ക് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് പുതിയ പിക്ചർ വരാൻ ഇച്ചിരി ലേറ്റ് ആവുന്നത്. അടുത്തത് ഡാലിയാണ് വന്നിരിക്കുന്നത്. ഡാലിയുടെ 4 പിക്ചറുണ്ട്. 4 പിക്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നല്ലോണം വാച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ സ്പെല്ലിംഗ് അവിടെ അടിച്ചു കൊടുക്കാം. നമ്മൾ മാക്സിമം ലേൺ ആൻഡ് ഏൺ നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ ഡൈനാമിക് ചെയ്യാവുള്ളൂ. അപ്പോഴേ നമുക്ക് ഡൈനാമിക്കിൽ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡാലിയ എന്നുള്ളത് സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തു, സബ്മിറ്റ് യുവർ ആൻസറും കൊടുത്തു. നമ്മുടെ ആൻസർ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഹിസ്റ്ററി നോക്കാം. നമ്മൾ ചെയ്തത് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. നമുക്ക് ടാസ്ക് മന്ത്രയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമുക്കത് ഹിസ്റ്ററി കാണാൻ പറ്റും. മൈ ടാസ്കിന് താഴെ ടാസ്ക് ഹിസ്റ്ററി എന്ന് കണ്ടോ, അതെടുത്താൽ മതി. ടാസ്ക് ഹിസ്റ്ററി എടുത്തിട്ട് ലേൺ ആൻഡ് ഏൺ എടുത്താൽ മതി. അപ്പോൾ ലേൺ ആൻഡ് ഏണിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ലേൺ ആൻഡ് ഏണിൻ്റെ ഹിസ്റ്ററി എന്നുള്ളത് എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത ഹിസ്റ്ററി അവിടെ മോർ ഡീറ്റെയിൽസ് എന്ന് കിടക്കുന്നുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇനി ഡൈനാമിക് ചെയ്ത് നോക്കാം. നമ്മൾ മൈ ടാസ്കിൽ ഡു ടാസ്ക് എടുക്കുക. അതിൽ ഡൈനാമിക് എടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ വരുന്ന ആഡ്സൊക്കെ നമുക്ക് ഇൻറ്റു മാർക്ക് വെച്ച് ക്ലോസ് ചെയ്ത് കളയാവേ. ഡൈനാമിക് ടാസ്ക് എടുക്കുക. ഇനി
ഡൈനാമിക് ടാസ്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡൈനാമിക് ടാസ്കിന് അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ 10 സെക്കൻഡ്സ് വരും, പിക്സ് വരും. പിക്സ് നമ്മൾ 4 വരും. നമ്മൾ അത് വാച്ച് ചെയ്ത് നമ്മളതിന് സ്പെല്ലിങ്ങൊക്കെ ഓർത്തെടുക്കുക, അതെന്താണെന്ന് ഓർത്തെടുക്കുക. സ്പെല്ലിങ് ഫുള്ള് വരില്ല, നമ്മൾ ഓർത്തെടുത്ത് അടിച്ചു കൊടുക്കണം. അതിനാണ് നമുക്കിവിടെ പോയിൻറ്റ്സ് കിട്ടുന്നത്. മറ്റേത് നമുക്ക് സ്പെല്ലിങ് തരും, ഇത് നമ്മൾ ഓർത്തെടുത്ത് അടിച്ചു കൊടുക്കണം. മിഡിൽ ഫിംഗറാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് യുവർ ആൻസർ കൊടുത്തു. ഇപ്പോൾ എൻ്റെ ആൻസർ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 20 പോയിൻ്റ് കിട്ടി. അപ്പോൾ അറ്റംപ്റ്റ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത ഫോട്ടോയും വരും, അതുപോലെ തന്നെ ബ്ലാങ്ക് കോളംസും വരും, 10 സെക്കൻഡ്സും വരും. നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പമാണ് വന്നേക്കുന്നത്. അപ്പോൾ ശംഖുപുഷ്പത്തിന് 4 പിക്സ് വന്നിട്ടുണ്ട്. നമുക്ക് സ്പെല്ലിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ടർഫ്ലൈ പി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സ്പെല്ലിങ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. സബ്മിറ്റ് യുവർ ആൻസർ കൊടുക്കുക. നമുക്ക് സബ്മിറ്റ് ആയി കഴിയുമ്പോൾ മാർക്ക് കാണിക്കും. നമുക്ക് 30 പോയിൻറ്റ്സ് കിട്ടും. നമ്മളിവിടെ എടുക്കുന്ന എഫേർട്ടിനാണ് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നത്. മാത്രമല്ല നമ്മൾ ഡൈനാമിക് ടാസ്ക് മാക്സിമം തെറ്റിക്കാതെ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് ബ്രെയിനാണ് അടുത്തത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മാക്സിമം തെറ്റിക്കാതെ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ലേൺ പഠിച്ചിട്ട് മാത്രം ഡൈനാമിക് ചെയ്യുക. നമുക്ക് ബ്രെയിൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, 5 പോയിൻറ്റ്സ് കിട്ടി. നമ്മൾ ഇനി അടുത്ത ചെയ്യുന്നില്ല, നമ്മൾ ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. അപ്പോൾ മൈ ടാസ്കിൽ ടാസ്ക് ഹിസ്റ്ററി എടുത്തിട്ട് ഡൈനാമിക്കിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കാം. നമ്മൾ ചെയ്ത എല്ലാ ഹിസ്റ്ററിയും അവിടെ കാണാൻ പറ്റുന്ന 55 പോയിൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. 55 പോയിൻറ്റ്സേ ആയിട്ടുള്ളൂ. 1 രൂപയാകണമെങ്കിൽ 100 പോയിൻറ്റ്സ് ആവണം. ഓക്കെ, നമ്മൾ ചെയ്തു കൊടുത്തതും നമുക്ക് എവിടെയൊക്കെയാണ് സ്പെല്ലിങ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നതെന്നുള്ളതും വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതുപോലാണ് നമ്മുടെ ലേൺ ഡൈനാമിക്കും ചെയ്യുന്നത്. പുതിയതായിട്ട് വന്ന ഓരോരുത്തർക്കും ഒരു സംശയം കാണും, എന്തിനാണ് ടാസ്ക് മന്ത്രം നമുക്ക് ഈ പൈസ തരുന്നത്? ടാസ്ക് മന്ത്രമൊക്കെ എവിടെ നിന്നാണ് ഇതിനു വേണ്ടി പൈസ കിട്ടുന്നതൊക്കെ? നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിനിടെ സമയത്ത് ഈ ചെറിയ ആഡ്സ് മുകളിലൂടെ ഓടുന്ന കണ്ടില്ലേ, അതിന് അവർക്ക് മോണിറ്റൈസേഷൻ നടന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. ആ പേയ്മെൻറ്റിൽ നിന്ന് ഒരു തുകയാണ് നമുക്ക് ടാസ്ക് ചെയ്യുന്നതിനായിട്ട് തരുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.